ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വന്ന സ്ഥലത്താണുള്ളത്. നമ്മള് സംതിങ് വ്ളോഗ് അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് വേറൊരു സെലിബ്രിറ്റി അല്ലാത്ത ഒരാളെ കാണാൻ പോവാണ്. അപ്പൊ നമ്മളിത് ഡയമണ്ട് ബ്രിഡ്ജിലേക്ക് വന്നിക്കാണ്. ഇവിടെ സ്നോ ഉണ്ടാവും നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന പല കാര്യങ്ങളും ഭയങ്കര രസമായിരിക്കും ഗൈസ്. എനിക്ക് കിട്ടാതെ പോയ ഒരു കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആൻലി. ഷീസ് എ വെരി കൈൻഡ് ഓഫ് ഗുഡ് ഫ്രണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കും ഇതുപോലൊരു ഫ്രണ്ടിനെ കിട്ടാതിരിക്കാൻ. നമ്മളെല്ലാരും നമുക്ക് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില കുട്ടികിട്ട പിള്ളേരുണ്ടല്ലോ, എനിക്ക് കൊല്ലാൻ തോന്നുന്നു. പക്ഷെ ഇതൊക്കെ നല്ല പിള്ളേരാണ് ഗൈസ്. നമ്മള് ഹാപ്പി ആയിട്ടിരിക്കണം. 2015 നമ്മള് എനിക്ക് സത്യം പറഞ്ഞ കൊറേ 2025 കുറച്ച് ട്രോമയായി പോയി ഗൈസ്. 2024 കുറച്ച് ട്രോമ ഉണ്ടാക്കി ഗൈസ്. പക്ഷെ 2024 തികച്ചും ഹാപ്പിയാണ്. എന്റെ ലൈഫിൽ കൊറേ 2024 ഉണ്ടാക്കിയ ട്രോമ പോയി. ഇപ്പൊ 2025 കുറെ ഹാപ്പിയാണ്. കുറെ ഫൺ മൊമെന്റ്സ്, കുറെ കാര്യങ്ങൾ ഞാൻ മാറ്റി എന്റെ ക്യാരക്ടറിന്. കുറെ പേര് ഞാൻ ഒഴിവാക്കി. അങ്ങനൊക്കെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തപ്പോ തികച്ച ഹാപ്പിയാണ്. ഈ സാധനം ഇപ്പൊ പറക്കുവോ? ഞാൻ കൊറേ പേര് ഗ്യാപ്പ് ഇട്ടിരുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ ഡയമണ്ട് ബ്രിഡ്ജ് കണ്ടിട്ട് ഇവരുമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇന്നത്തെ ടൂർ അവസാനിപ്പിക്കും. ഇന്നലെ ഉണ്ടായ കുറെ രസകരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വ്ളോഗ് നമ്മൾ കുറച്ച് ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് മഞ്ഞന്ന് നേരെ വന്നത് ടിബ്ലിസിക്കാണ്. ടിബ്ലിസി നമ്മളെ സജാദ് ഖാനും ഭാര്യനും കുട്ടികളൊക്കെ നമ്മള് എയർപോർട്ടിൽ കൊണ്ട് തട്ടി അവര് പോയി. അവര് ഹാപ്പിയാണ്. ഭയങ്കര ഒരു മിസ്സിംഗ് ആയ കാര്യങ്ങളായിരുന്നു. ഇതാണ് എന്റെ ഫ്രണ്ട് സിനാൻ, എന്റെ റൂംമേറ്റ് ആണ്. എന്റെ ഇപ്പൊ 4 കൊല്ലണ്ട്. അങ്ങനെ അപ്പൊ ഞങ്ങളിപ്പോ പോണത് എന്താ പറയാ, അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി. അപ്പൊ നമ്മളിപ്പോ നേരെ പോണത് എങ്ങടാന്ന് വെച്ചാല് മഹാന്റെ വീട്ടിൽ പോഡ്ലക്ക് എന്നൊരു പരിപാടി. അതിപ്പോ അവരെന്നെ പേരിട്ടതാണോ എനിക്കറിയില്ല. ഞാൻ ഒരു ബുക്കിലും കിതാബിലും പഠിച്ചിട്ടില്ല ഈ ബോർഡിലേക്ക്. അപ്പൊ അതെന്ത് പരിപാടി എന്തായാലും എന്താ സിനാന്റെ പരിപാടി വെച്ചാല് എന്തൊക്കെ നമ്മള് ഫുഡൊക്കെ കൊണ്ടുവരണം പറഞ്ഞിട്ട് നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളാണ് പോവാണ്. അവര് കുറെ പേര് ഫുഡ് ഉണ്ടാക്കി വരും. പിന്നെ നമ്മളെല്ലാം പാടെ കൂടും. ഫണ്ണാണ്. നമ്മളിങ്ങനെ ഓരോരുത്തർ നമ്മുടെ ലൈഫിൽ എന്താ പറയുക, ബിസി പിടിച്ച ലൈഫിൽ ഇതേപോലെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിനൊക്കെ നേതൃത്വം നമ്മുടെ ഫ്രണ്ട്സിന്റെ മഹേൻ ടീമൊക്കെയാണ്. അപ്പൊ നമ്മളെ ഫ്രണ്ട്സിനൊപ്പം ഗെറ്റ് ടുഗദർ, അടിച്ചു പൊളി, പാട്ട്, ഡാൻസ്, കൂത്ത്. പിന്നെ ഇതിന്റെ കുറച്ച് സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ സ്റ്റേ ട്യൂൺ. നേരത്തെ ഇതുപോലൊരു വീഡിയോ എടുത്തിട്ട് കൊറേ പറഞ്ഞിട്ട് അവസാനം തിരിഞ്ഞു നോക്കിയപ്പോണ്ട് സ്റ്റോറേജ് ഫുള്ള്. ഇത് എനിക്കറിയില്ല സ്റ്റോറേജ് ഫുള്ള്. അപ്പൊ അത് ഡിലീറ്റ് ആക്കി. അപ്പൊ ഇതെല്ലാരും കാണണം, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പറയാണ് കുറെ ബെല്ലൈക്കൺ ടിൻഡിങ് അടിക്കണം, ഒക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എത്ര കാലം ഉണ്ടാവുന്ന അറിയില്ല. ഉള്ള കാലം മുതൽ നമ്മൾ ഇത്ര ഫണ്ണായിട്ട് കാര്യം പറയും. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്താ പറയാ, എന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ടും ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയിട്ടും എന്റെ സ്കൂള് കോളേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരമുള്ള വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ. ഇൻഷാ അല്ലാഹ് അടിച്ചു പൊളിക്കാം. ബ്ലൂം ഗൈസ്, അങ്ങനെ മഹൻ്റെ വീട്ടിലെത്തി പിന്നെ കണ്ണറിഞ്ഞു പോയി. ഷായിസ് മൈ ഇൻസ്പിറേഷൻ അവിടെ എത്തിച്ചിരുന്നത് ഈ ഷായ സംഭവം തന്നെ. അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവന്ന ചട്ടിയും കലക്കങ്ങളും മെല്ലെ തുറന്നു നോക്കി. സിനാൻ അപ്പോഴത്തേക്ക് അതിലുള്ള വെള്ളങ്ങളൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. ഫുഡ് ലേറ്റായി, പെണ്ണ് ലേറ്റ് ആവുന്ന ആരോ പറഞ്ഞ പറ്റിച്ചു പാവത്തിന്. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഓളെ ഫുഡ് കാണിച്ച് മെയിനായിട്ട് ഈ മാക്കൂർ സമാധാനം കിട്ടില്ല. നമ്മൾ ആദ്യം തുടങ്ങിയത് ലൽച്ചുവിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ പപ്സ് എന്നാട്ടാ. പപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പപ്സ്, എഡ്ജാജ് പപ്സ്. ഗൈസ്, ഇതാണ് സിനാൻ. ഒറ്റയ്ക്ക് നോക്കിയ വലിയ സൽക്കർമ്മം ചെയ്യുന്ന ആളാണ്. പക്ഷേ സോലിഹായ കള്ളനാണ്. എല്ലാവർക്കും ചെറുതിട്ടെടുത്തിട്ട് ഓനക്ക് മാത്രമേ വലുതിടും. ഭയങ്കര ബുദ്ധിയാണ് അവനക്ക്. 50 വയസ്സിന്റെ ക്യൂട്ട്നെസ് മുഖത്ത് വാരി വിതറിച്ചിരിക്കുന്ന ആളാണ് മൊയിൻ്റെ ഫെനി. ആളൊരു മണ്ണാണെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്ന കേക്ക് സാറാണ് കേട്ടാ. എത്ര കഴിച്ചാലും നമുക്ക് കൂത്തി തീരൂല. ഹനു താത്താന്റെ സൂപ്പ് അതൊരു വികാരം തന്നെ ആയിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും അത് തന്നെയായിരുന്നു. 2 കപ്പ് സൂപ്പിന് 50 വയസ്സിന് എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ തന്നെ നെറ്റിപ്പോയി. പിന്നെ എന്ത് കളിക്ക് കാട്ടുന്നത്. ഗൈസ്, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നിവേദ ഉണ്ടാക്കിയ ഫുഡ് അതിന്റെ തട്ട് താന്നെ ഇരിക്കൂട്ടാ. അടിപൊളി ഫുഡ്. നിവേദ കിട്ടുന്ന പെണ്ണിനൊക്കെ ഒരു ഭാഗ്യം. പക്ഷെ അതിന്റെ കൂടെ ഉമ്മുവിന്റെ ചിക്കൻ കറി പാടെ ആയപ്പോൾ എൻ്റെ പഠിച്ചോനെ ഇവരെന്താ ഇളക്കി നോക്കണമെന്നറിയോ. കോയിന്റെ 3-ാമത്തെ 4-ാമത്തെ കാര്യം മൊയിന്ത് എന്ന് പറഞ്ഞാൽ ജാതി മൊയിന്ത്.
ഇതിൻ്റെ ഇടയ്ക്ക് ക്യാരക്ടറുമായിട്ട് നമ്മൾ നവ്യം പിന്നെ ഒരു വെറൈറ്റി സാധനമായിട്ട് നമ്മൾ നൻഫിയും വന്നു കിട്ടാം. അതൊക്കെ ഷടപടാന്ന് തീർന്നു പോയി. അമ്മമാരുടെ ടേസ്റ്റ് ആയിരുന്നു. സോലിഹായ കളഞ്ഞതാ ഫുഡ് കഴിച്ചാൽ ഹറാമെന്ന് പറഞ്ഞിട്ട് ഓനുള്ള ഫുഡൊക്കെ ഒരു കൊട്ടയിലിട്ട് വീട്ടിൽ കൊണ്ടുപോയി. ചിക്കൻ ഫ്രൈഡ് റൈസും മന്തി മിക്സ് ആക്കാൻ പോകും. നമ്മുടെ മൊയിൻ്റെ രാജാവ് ഇപ്പോഴും കോയിൻ്റെ കാല് കിട്ടിയിട്ടില്ല കേട്ടോ. കോയിക്ക് 2 കാലുള്ളത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കും.